Hi all, welcome to the world of statistics. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മുടെ സെറ്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ദാറ്റ് ഇസ് ഇൻ 2024 ജാനുവരി ക്വസ്റ്റ്യൻ പേപ്പർ. ആക്ച്വലി നമ്മൾ ഇതിന്റെ 4 പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാലൻസ് പാർട്സ് ആണ്. നമുക്ക് 2 പാർട്ടും കൂടിയാണ് വരുന്നത്, 5ഉം 6ഉം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് കുറച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ കുറെ നമുക്ക് DM വരുന്നുണ്ടായിരുന്നു. റിസർച്ച് ഓഫീസറിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആകുന്നുണ്ട് സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അതിന്റെ ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാണ്, സെറ്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം പറ്റുന്ന എല്ലാ ഇയറിലെയും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ റിസർച്ച് ഓഫീസർ, ബിക്കോസ് അത് അത്രയും എന്താ പറയാ, നിങ്ങൾക്ക് അത്രയും അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളത് 100% ഷുവർ ആണ്. ഓക്കെ, ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അത് ഒത്തിരി യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന്, ബിക്കോസ് നമ്മൾ ഇൻ ഡെപ്ത് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് സ്കിപ്പ് ചെയ്യാണ്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാലൻസ് ക്വസ്റ്റ്യൻ. Question number 1. Let x1, x2, etc. xn be random sample from n mu sigma square. Consider the estimates. S square is equal to 1 by n summation I equal to 1 to n xi minus x bar the whole square and S square. This S square is capital S square. Okay, ഇത് capital S square ആണ് ട്ടോ. Capital S square is equal to 1 by n minus 1 summation I equal to 1 to n xi minus x bar the whole square. For estimating sigma square, then which of the following is true? Actually, we have 4 options and all are connected to MSE, that is mean square error. Mean square error of capital S square and small s square. So, നമുക്ക് അപ്പോൾ മനസ്സിലായി ഇതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ഫ്രം MSE. ഓക്കെ, അപ്പോൾ ഇവിടെ 2 S square തന്നിട്ടുണ്ട്. ഒന്നിന് n ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസും രണ്ടാമത്തതിന് n-1 ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസും ആണ് ഉള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുക? അതായത് നമുക്കുള്ള സാമ്പിൾ ഒബ്സർവേഷൻസ് നമ്മൾ എടുത്തിട്ടുള്ളത് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയറിൽ നിന്നാണ്, വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പൊ അതിന്റെ സാമ്പിളിന്റെ ഇതും അല്ലാത്തതിന്റെയും മീൻ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? അപ്പൊ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് നോക്കി വെച്ചോണേ. അപ്പൊ ഞാൻ ആൻസർ ഇപ്പുറത്തോട്ട് പറയാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം, x1, x2, etc. xn are taken from normal with mean mu and variance sigma square. And also given that S square is equal to 1 by n minus 1 summation of xi minus x bar the whole square, right? ഇനി നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ദിസ് ക്യാപിറ്റൽ S square with n-1 degrees of freedom. അതായത് n-1 ആൾക്കാർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന കേസിൽ ദിസ് ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ. ഇത് നമ്മൾ എപ്പോഴും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഇൻ ബൈ ഹാർട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ക്യാപിറ്റൽ S square, ദാറ്റ് ഇസ് n-1 ഒബ്സർവേഷൻസ്. റെപ്രസെന്റേഷൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എവിടെയാണോ n-1 ഒബ്സർവേഷൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്നത്, ദാറ്റ് ഇസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ. കറക്റ്റ് അല്ലേ? ഇത് നമുക്ക് ഇവിടെ അറിയാവുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഇതിന്റെ കൂടെ എഴുതുകയാണ്. n-1 into sigma square by S square, sorry, S square by sigma square follows chi-square distribution with n-1 degrees of freedom. ഈ ഒരു ഒറ്റ പോയിന്റിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പറ്റും. ശരിയല്ലേ? ഇനി ഈ n-1 into S square by sigma square chi-square n-1 ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ we know that the variance of S square is equal to എന്താ? അതായത് ഇവിടെ S square follows sigma square by n-1 chi-square n-1 എന്നാക്കി കൂടെ? ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വേരിയൻസ് ഓഫ് S square എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് സിഗ്മ സ്ക്വയർ ബൈ n-1 into chi-square distribution with n-1 degrees of freedom. റൈറ്റ്. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, വേരിയൻസിനകത്ത് നിന്ന് എന്ത് കോൺസ്റ്റൻസ് പുറത്തെടുത്താലും ദാറ്റ് ബിക്കം സ്ക്വയർ ഓഫ് ദാറ്റ് വാല്യൂ. സോ ഇവിടെ സിഗ്മ റേസ്ഡ് ടു 4 ബൈ n-1 the whole square into വേരിയൻസ് ഓഫ് chi square with n-1. n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഒരു chi squareന്റെ വേരിയൻസ് എന്താ? സിമ്പിൾ, 2 into n-1, 2n.
chi square with n degrees of freedom ആണെങ്കിൽ 2n അല്ലേ? അപ്പൊ n minus 1 ആയപ്പോ 2 into n minus 1. This is very simple and this becomes sigma raised to 4. 2 sigma raised to 4 by n minus 1. Correct അല്ലേ? 2 sigma raised to 4 by n minus 1. ഇനി നമുക്ക് അറിയാവുന്ന അടുത്തൊരു കാര്യം, bias of this a square is equal to expectation of a square minus sigma square. That is equal to 0. Why? It is unbiased. ഇനി MSE of this a square, capital S square, is equal to variance of a square plus bias of a square, the whole square. ഇനി അത് ഞാൻ പറയാതാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമല്ലേ MSE, മീൻ സ്ക്വയർ ആറിന്റെ ഇക്വേഷൻ. അതായത് എനിക്ക് ആക്ച്വലി വേണ്ടത് സ്മോൾ എസ് സ്ക്വയറിന്റെയും ക്യാപിറ്റൽ എസ് സ്ക്വയറിന്റെയും MSE തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ആ ക്യാപിറ്റൽ എസ് സ്ക്വയറിനെ ഒന്ന് എടുത്തു, എന്നിട്ട് ആ ക്യാപിറ്റൽ എസ് സ്ക്വയറിനെ വെച്ചിട്ട് സോൾവ് ചെയ്തുകൊണ്ട് വരാണ്, അതിന്റെ MSE കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം ഞാൻ സ്മോൾ എസ് സ്ക്വയറിനെ എടുക്കും, എന്നിട്ട് അതിന്റെ MSE കണ്ടുപിടിക്കും, എന്നിട്ടാണ് നമ്മൾ ഈ റിസൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ഒരു വേയിൽ നമ്മൾ വരാണ്. അപ്പോൾ MSE ഓഫ് ക്യാപിറ്റൽ എസ് സ്ക്വയർ എടുത്തു. ആക്ച്വലി ഇത് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി ആരെങ്കിലും ഒരാൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ വേരിയൻസ് ഓഫ് ക്യാപിറ്റൽ എസ് സ്ക്വയർ പ്ലസ് ബയസ് ഓഫ് എസ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വരും? അപ്പൊ ഇവിടെ വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ മാത്രം മതി, ബിക്കോസ് ദിസ് ബിക്കം 0 ആൻഡ് 2 സിഗ്മ റേസ് ടു 4 by n minus 1. സിമ്പിൾ അല്ലേ? ഇനി ഞാൻ അടുത്ത സ്മോൾ എ സ്ക്വയറിന്റെ ആൾക്കാരെ എടുക്കുകയാണ്. ഓക്കെ, സ്മോൾ എ സ്ക്വയറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? Small s square is equal to 1 by n summation of xi minus x bar the whole square. Here n independent observations. Okay. ഇനി ഇവിടെ നമുക്ക് അറിയാവുന്ന റിസൾട്ടുകൾ നമ്മൾ എടുക്കണം. ഇവിടെ അറിയാവുന്ന റിസൾട്ട് എന്താ? സ്മോൾ എ സ്ക്വയർ is equal to n minus 1 by n into capital S square. ശരിയല്ലേ? ഇത് നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വേരിയൻസ് ഓഫ് സ്മോൾ എ സ്ക്വയർ കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഈക്വൽ ടു സ്ക്വയർ ആവുമല്ലോ കോൺസ്റ്റൻസ് ഒക്കെ. അപ്പൊ n minus 1 the whole square by n square into variance of capital S square. അത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 2 sigma raised to 4 by n minus 1. Okay. അപ്പൊ എന്ത് വരും? n minus 1 ക്യാൻസൽ ആയി പോയി. ഫൈനലി 2 sigma raised to 4 into n minus 1 by n square. അപ്പൊ വേരിയൻസ് ഓഫ് സ്മോൾ എ സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ MSE ഓഫ് സ്മോൾ എ സ്ക്വയർ വേണം. ദാറ്റ്സ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് സ്മോൾ എ സ്ക്വയർ പ്ലസ് ബയസ് ഓഫ് സ്മോൾ എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. പക്ഷെ ഇവിടെ ബയസ് ഓഫ് സ്മോൾ എ സ്ക്വയർ 0 അല്ല, ബിക്കോസ് ഈ സ്മോൾ എ സ്ക്വയർ ഒരിക്കലും അൺബയസ്ഡ് അല്ല, ദാറ്റ് ഇസ് ബയസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ബയസ് കണ്ടുപിടിക്കണം സൈഡിലോട്ട്. എങ്ങനെയാ? ബയസ് ഓഫ് സ്മോൾ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു നേരത്തെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ എടുത്താൽ മതി, എക്സ്പെക്ടേഷൻ ഓഫ് സ്മോൾ എ സ്ക്വയർ അത്. അപ്പൊ എന്ത് വരും? n minus 1 by n into സിഗ്മ സ്ക്വയർ. അതായത് നമ്മുടെ സ്മോൾ എ സ്ക്വയറിന്റെ ഇക്വേഷൻ n minus 1 by n into ക്യാപിറ്റൽ എ സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ എക്സ്പെക്ടേഷൻ ആണ് ഇവിടെ വരുന്നത്. അതായത് ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് സ്മോൾ എ സ്ക്വയർ മൈനസ് ആ എക്സ്പെക്ടഡ് വാല്യൂ സ്ക്വയർ, അതാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ എന്ത് വരും? ഇതിന്റെ എക്സ്പെക്ടഡ് വാല്യൂ. അപ്പൊ n minus 1 by n into എക്സ്പെക്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എ സ്ക്വയർ, ദാറ്റ് ഇസ് സിഗ്മ സ്ക്വയർ. അത് അൺബയസ്ഡ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൈനസ് സിഗ്മ സ്ക്വയർ. അപ്പൊ എന്ത് വരും? ഇവിടെ മൈനസ് സിഗ്മ സ്ക്വയർ ബൈ n എന്ന് വരും. കറക്റ്റ് അല്ലേ? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 sigma raised to 4 into n minus 1 by n square minus plus minus sigma square by n the whole square. അപ്പൊ sigma raised to 4 by n square. ഇത് സിമ്പിൾ അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫൈനലി 2n minus 1 into sigma raised to 4 by n square. ഇത് നമുക്ക് കമ്പയർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്മോൾ എ സ്ക്വയറിന്റെ MSE, അത് ഇത്. ഇനി ക്യാപിറ്റൽ എ സ്ക്വയറിന്റെ MSE, അത് ഇത്. ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് ഏതാ വലുതെന്ന്. സോ ഫ്രം ദിസ്
വിതൗട്ട് എനി ഡൗട്ട്. അല്ലെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്താലും മതി. ഒരു ഓൾട്ടർനേറ്റീവ് ഞാൻ പറഞ്ഞുതരാം. MSE ഓഫ് ക്യാപിറ്റൽ എസ് സ്ക്വയർ മൈനസ് MSE ഓഫ് സ്മോൾ എസ് സ്ക്വയർ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അത് ചെയ്ത് നോക്കുമ്പോ എന്ത് വരും? അതായത് MSE ഓഫ് ക്യാപിറ്റൽ എസ് സ്ക്വയർ ദിസ് വൺ മൈനസ് ദിസ് വൺ. അപ്പോ 2 sigma raised to 4 by n minus 1 minus 2n minus 1 into sigma raised to 4 by n square. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനലി സിഗ്മ റേസ് ടു 4 into 3n minus 1 by n square into n minus 1 എന്ന് വരും. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ 3n minus 1 by n square n minus 1 എന്ന് പറയുന്നത് ആക്ച്വലി ഓൾവേസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് ഫോർ n greater than 1. അപ്പൊ നമുക്ക് എന്താ, അല്ലെങ്കിൽ ഇത് കമ്പയർ ചെയ്ത് നോക്കിയാലും മതി. We can see that MSE of capital S square greater than MSE of small s square. This is the result. So option B ആണ് correct ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് റിസർച്ച് ഓഫീസറിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കും ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ചോദിക്കും. നമുക്ക് അങ്ങനെ കമന്റ് വരാറുണ്ട്, അതുകൊണ്ടാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ചോദിക്കാം. ആക്ച്വലി ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് നമ്മുടെ മനസ്സിൽ ഇരിക്കേണ്ട ഒരു റിസൾട്ട് ആണിത്. ആക്ച്വലി ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു റിസൾട്ട് ആണ്. അപ്പൊ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തിങ് അല്ല. ഇത് നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് നമ്മുടെ മനസ്സിൽ വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ അത് എങ്ങനെയാണ് വന്നത് എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ അറിയാൻ പാടില്ലാത്തവര് ഒന്ന് മൈനസ് ഇത് നോക്കിയാലും മതി. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ക്വാണ്ടിറ്റി കിട്ടും. അപ്പൊ അതിൽ ഈ രണ്ടാമത്തെ ക്വാണ്ടിറ്റി കോഎഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്ന ക്വാണ്ടിറ്റിയെ നോക്കിയാൽ മനസ്സിലാവും അത് ഓൾവേസ് പോസിറ്റീവ് ആണ് ഫോർ n greater than 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? MSE of s square greater than MSE of small s square കിട്ടും. Okay, so this is the explanation of this question. അപ്പൊ ഇവിടെ UME of ആൽഫ ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറില് the UME of alpha based on a random sample of size n with sample mean x bar taken from ഒരു PDF തന്നിട്ടുണ്ട്. x greater than 0 and alpha greater than 0. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അപ്പൊ എല്ലാരും നമ്മളോട് ചോദിക്കാറുണ്ട് ഈ UME ഒക്കെ ചോദിക്കോ. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു MSc ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇവിടെ ലഹ്മാൻ-ഷെഫേ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ലഹ്മാൻ-ഷെഫേ തിയറം എന്താ പറയുന്നത്? നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക് കംപ്ലീറ്റ് സഫിഷ്യന്റും പ്ലസ് അൺബയാസ്ഡും ആണെങ്കിൽ, കംപ്ലീറ്റ് സഫിഷ്യന്റും അൺബയാസ്ഡ് എസ്റ്റിമേറ്ററും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് UME ആണെന്ന് പറയാം. അതായത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈസി ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് പറയുന്നത്. നമ്മൾ ലഹ്മാൻ-ഷെഫേ തിയറം സിംപ്ലി അപ്ലൈ ചെയ്ത് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് xi ആണ്. Here in this question, expectation of xi is equal to എന്താ വരാം? One by alpha. So ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും n minus 1 by n into x bar. Sorry, x bar ഡിനോമിനേറ്ററിലാണ്. n minus 1 by n x bar എന്ന് പറയുന്നത് എന്താണ്? അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആണ്. ആൻഡ് ഓൾസോ ഇത് കംപ്ലീറ്റ് സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്കും ആണ്. സോ n minus 1 by n x bar ഓപ്ഷൻ സി ആണ് നമ്മുടെ UMUE ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു തിയററ്റിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ലഹ്മാൻ-ഷെഫേ തിയറം ആണ്. ലഹ്മാൻ-ഷെഫേ തിയറം അനുസരിച്ച് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പാരാമീറ്ററിന്റെ UMUE വേണമെന്നുണ്ടെങ്കിൽ, യൂണിഫോംലി മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ബേസിക്കലി ചെയ്യാം. അത് ചെയ്യുന്നതിലും ഭേദം കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ലഹ്മാൻ-ഷെഫേ തിയറം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലഹ്മാൻ-ഷെഫേ തിയറം ആണ്. അതനുസരിച്ച് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക് എടുക്കുക, അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക് എടുക്കുക. അത് കംപ്ലീറ്റ് സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്കും കൂടെ ആണെങ്കിൽ അത് UMUE ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് xi എന്ന് പറയുന്നത് 1 by alpha ആണ്, നോട്ട് ആൽഫ. അപ്പൊ ഇവിടെ n minus 1 by n x bar എന്ന് പറയുന്ന കംപ്ലീറ്റ് സഫിഷ്യന്റും അൺബയാസ്ഡും ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റർ നമുക്ക് കിട്ടും. സോ അതാണ് ഇതിന്റെ ലഹ്മാൻ-ഷെഫേ തിയറം അനുസരിച്ചിട്ടുള്ള UMUE എന്ന് പറയുന്നത്. ഓക്കെ, ഈ n minus 1 by n x bar ഒക്കെ എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ സംശയമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ,
So now third question. Let x bar be the sample mean of a random sample from a normal population with mean and variance equal to theta and theta greater than 0. Then MLA of theta is the question. അപ്പൊ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഈ MLA ഒക്കെ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ ഒക്കെ വെച്ചിട്ടാണ്. അതായത് മീനും വേരിയൻസും ഡിസ്റ്റിംഗ്വിഷബിൾ ആയിട്ടുള്ള നോർമൽ പോപ്പുലേഷനിലാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇവിടെ ഡിപ്പെൻഡന്റ് സ്പേസ് ആണ്. അതായത് മീനും വേരിയൻസും ഒരു ഡിപ്പെൻഡന്റ് പാരാമീറ്റർ ആണ്. തീറ്റ തന്നെയാണ് മീനും വേരിയൻസും. അതായത് നമ്മുടെ എക്സൈസ് ഒക്കെ എടുത്തിട്ടുള്ളത് നോർമൽ തീറ്റയിൽ നിന്നാണ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ തീറ്റയുടെ MLA ആണ് ചോദ്യം. ഒന്നും വേണ്ട, കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് ഒന്നും പോവണ്ട. നമുക്ക് നമ്മുടെ സാധാരണ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. എന്താ? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എടുക്കുക, അതിന്റെ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് തീറ്റ ആയിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. നമുക്ക് ആ ഒരു മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യം വേണ്ടത് ഇറ്റ്സ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് ഇതിന്റെ PDF എങ്ങനെയാ വരാ? 1/θ റൂട്ട് 2π തീറ്റ അല്ലെ? കാരണം സിഗ്മ സ്ക്വയർ വരേണ്ടടുത്താണ് തീറ്റ വന്നിരിക്കുന്നത്. അപ്പൊ 1/σ റൂട്ട് 2π ആണ് സാധാരണ വരേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് റൂട്ട് തീറ്റ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1/റൂട്ടിനകത്ത് തന്നെ തീറ്റ 2π വരും. e raised to minus 1/2 theta square into x minus theta the whole square. ആക്ച്വലി ഇങ്ങനെയാണ് ഇതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വരുന്നത്. 2 theta സ്ക്വയർ അല്ല, 2 theta, കാരണം സിഗ്മ സ്ക്വയർ തീറ്റ ആണല്ലോ. അപ്പൊ 2 theta into x minus theta the whole square. ഇനി ഇതിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? 1/root 2π theta the whole raised to n e raised to minus 1/2 theta summation of xi minus theta the whole square. ഇനി ഒന്നും നോക്കണ്ട, പെട്ടെന്ന് തന്നെ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതിക്കോ. log L is equal to ഇവിടെ എന്ത് വരും? log of this one. അപ്പോ n log 1 മൈനസ്, ഞാൻ അതിന് പകരം ഈ റൂട്ട് 2 കൂടെ എങ്ങ് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? മൈനസ് n/2 log 2π തീറ്റ മൈനസ് n/2 log 2π മാത്രമായിട്ട് എടുക്കാം നമുക്ക്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. റൂട്ട് 2π log തീറ്റ കറക്റ്റ് അല്ലേ? അപ്പോ ലോഗ് എടുക്കുന്ന സമയത്ത് അറിയാലോ, ലോഗ് എക്സ് റേസ് ടു n എന്ന് പറയുന്ന n log x ആണ്. പിന്നെ ആ റൂട്ട് 2 കൂടെ നമുക്ക് എടുക്കാമല്ലോ, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് മൈനസ് n/2 log 2π റൂട്ട് പോകും അന്നേരം മൈനസ് n/2 log തീറ്റ, അതായത് റൂട്ട് 2π തീറ്റയുടെ ആ റേസ് ടു 1/2 കൂടെ n റേസ് ടു 1/2 കൊടുത്ത് അങ്ങനെ എടുത്തിരിക്കുകയാണ് നമ്മൾ. അപ്പൊ n/2 വരും അവിടെ. മൈനസ് 1/2 തീറ്റ സമ്മേഷൻ ഓഫ് xi മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. ഇനി ഒന്നും നോക്കണ്ട, ഡിഫറൻഷിയേറ്റ് ചെയ്തോ. ഡോ ലോഗ് L ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു, അപ്പൊ ഇത് പ്യുവർലി 0 ആയിട്ട് മാറും, ബിക്കോസ് ഇതിൽ തീറ്റ ഇല്ല. ഇനി മൈനസ് n/2 ലോഗ് തീറ്റ 1/θ, അപ്പൊ അത് ഡിനോമിനേറ്ററിൽ വരും. മൈനസ് 1/2 ഇൻറ്റു ഞാനേ കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിട്ട്, അതായത് എല്ലാവർക്കും അത്ര ഇതാവണം എന്നില്ലല്ലോ നമ്മുടെ മാത്തമാറ്റിക്കലി. അപ്പൊ ഞാൻ ഇത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്തെടുക്കുകയാണ്. മൈനസ് n/2 ലോഗ് 2π മൈനസ് n/2 ലോഗ് തീറ്റ മൈനസ് ഈ xi മൈനസ് തീറ്റ ഹോൾ സ്ക്വയറിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കാം. അപ്പൊ എന്ത് വരും? സമ്മേഷൻ ഓഫ് xi സ്ക്വയർ മൈനസ് 2 തീറ്റ സമ്മേഷൻ ഓഫ് xi പ്ലസ് n തീറ്റ സ്ക്വയർ. ശരിയല്ലേ? സമ്മേഷൻ അകത്തോട്ടും കൂടി എടുത്തു ഞാൻ. അതായത് xi സ്ക്വയർ മൈനസ് 2 തീറ്റ xi പ്ലസ് തീറ്റ സ്ക്വയർ ആണ്. അപ്പൊ സമ്മേഷൻ കൂടെ കൊടുക്കുമ്പോ ഇങ്ങനെ വരും. അപ്പൊ എന്ത് വരും? മൈനസ് സമ്മേഷൻ ഓഫ് xi സ്ക്വയർ ബൈ 2 തീറ്റ, ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് 2 തീറ്റ സമ്മേഷൻ ഓഫ് xi ബൈ 2 തീറ്റ, അപ്പൊ 2 തീറ്റയും പോയിക്കോളും. മൈനസ് n തീറ്റ സ്ക്വയർ ബൈ 2 തീറ്റ, അപ്പൊ അവിടെയും ഒരു തീറ്റ പോകും. അപ്പൊ ഫൈനലി മൈനസ് n/2 ലോഗ് 2π മൈനസ് n/2 ലോഗ് തീറ്റ മൈനസ് സമ്മേഷൻ ഓഫ് xi സ്ക്വയർ ബൈ 2 തീറ്റ പ്ലസ് സമ്മേഷൻ ഓഫ് xi മൈനസ് n തീറ്റ ബൈ 2. ഇതാണ് ഫൈനലി നമുക്ക് വരുന്നത്. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്.
Dou log L by dou theta equal to 0 implies ഇത് 0 ആയിട്ട് പോകും ഡിഫറൻസിയേഷനിൽ. ഇവിടെയാണെങ്കിൽ മൈനസ് എൻ ബൈ 2 തീറ്റ എന്ന് വരും. ഇവിടെയാണെങ്കിൽ മൈനസ് സമ്മേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 ബൈ തീറ്റയുടെ ഡിഫറൻസിയേഷൻ മൈനസ് 1 ബൈ തീറ്റ സ്ക്വയർ. അപ്പൊ പ്ലസ് ആയിട്ട് തീറ്റ സ്ക്വയർ വരും. ഇത് 0 ആയിട്ട് പോകും എൻറ്റയർലി. മൈനസ് ഇവിടെയാണെങ്കിൽ എൻ ബൈ 2 വരും ബിക്കോസ് തീറ്റയുടെ ഡിഫറൻസിയേഷൻ 1. ദിസ് ഇസ് ഈക്വൽ ടു 0. ശരിയല്ലേ? ഇനി ഇത് പല രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അതിനേക്കാളും സിമ്പിൾ ആയിട്ട് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൾട്ടിപ്ലൈങ് ബൈ ഒരു ഈച്ച് ആൻഡ് എവറി സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡിൽ ഒരു 2 തീറ്റ സ്ക്വയർ ബൈ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് എങ്ങനെ കിട്ടും? തീറ്റ സ്ക്വയർ പ്ലസ് തീറ്റ മൈനസ് എക്സ് ബാർ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഇവിടെ വെച്ച് നമുക്ക് തീറ്റ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ? ബി സ്ക്വയർ മൈനസ് 4ac വെച്ചിട്ട്, അതായത് പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ. അത് വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ എന്ത് കിട്ടും? മൈനസ് 1/2 പ്ലസ് ഓർ മൈനസ് 1/2 സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4x ബാർ സ്ക്വയർ എന്ന് കിട്ടും. ആക്ച്വലി ഇവിടെ നമ്മള് പ്ലസ് ഉള്ളത് മാത്രമേ എടുക്കുള്ളൂ. കാരണം വേർ തീറ്റ ഗ്രേറ്റർ ദാൻ 0, നമുക്ക് വേണ്ടുന്ന തീറ്റ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഈ രണ്ടിടത്തും മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തീറ്റ മൈനസ് ആയി പോവില്ലേ? എനിക്ക് പ്ലസ് മതി, പോസിറ്റീവ് ആയിട്ടുള്ള തീറ്റ മതി. സോ ഐ ടു ദ ഓപ്ഷൻ ബി. എന്നാലല്ലേ പ്ലസ് ഉള്ളത് വരുള്ളൂ. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. അപ്പോ നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രൊസീജിയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എടുത്തു, അതിന്റെ ലോഗരിതം എടുത്തു, എന്നിട്ട് ഭയങ്കര സിംപ്ലിഫൈഡ് ഫോമിൽ കൊണ്ടുവന്നു ഫോർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഡിഫറൻഷിയേറ്റ് ചെയ്തതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു 2 തീറ്റ സ്ക്വയർ ബൈ എൻ കൊണ്ട് ബോത്ത് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഫോം കിട്ടി. അത് വെച്ചിട്ട് നമ്മള് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഞാൻ പറയാൻ അറിയായിരിക്കും. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഈ ഒരു ഫോം വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റയുടെ ആൻസർ ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, അത് നമ്മൾ എടുക്കാൻ മറന്നുപോയതാണ്. അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. Which among the following statement is or are true? തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി the statements are base estimator of a parameter with respect to quadratic loss function as the median of the posterior distribution. Base estimator of a parameter is a function of the sufficient estimator. ഇതിൽ രണ്ടും ശരിയാണോ, ഒന്നേ ശരിയുള്ളൂ, രണ്ടും തെറ്റാണോ, ഇതൊക്കെയാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ആക്ച്വലി ഇത് ബേസ് എസ്റ്റിമേറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഷുവർ അല്ല ബേസിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കും എന്നുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം, അതർവൈസ് ഇത് സ്കിപ്പ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ബേസ് എസ്റ്റിമേറ്റർ ഓഫ് എ പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ക്വാഡ്രാറ്റിക് ലോസ് ഫംഗ്ഷൻ. ഈ ക്വാഡ്രാറ്റിക് ലോസ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ക്വയർഡ് എറർ ലോസ് ഫംഗ്ഷൻ ആണ്. സ്ക്വയർഡ് എറർ ലോസ് ഫംഗ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആ സ്ക്വയർഡ് എറർ ലോസ് ഫംഗ്ഷനിൽ വരുമ്പോൾ പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ മീഡിയൻ ആണെന്ന്. ഇസ് ദ മീഡിയൻ ഓഫ് ദ പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ. പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ ആണ് ബേസ് എസ്റ്റിമേറ്റർ. അതായത് നമ്മൾ ബേസ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാൻ സ്ക്വയർഡ് എറർ ലോസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ലോസ് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബേസ് എസ്റ്റിമേറ്റർ ആയിട്ട് കിട്ടുന്നത് പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ ഏതാണോ അതിന്റെ മീഡിയൻ ആണെന്ന്. ശരിയാണോ? 100% തെറ്റാണ്. ആക്ച്വലി ഇത് ആവണമെങ്കിൽ മീൻ ഓഫ് ദ പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വരണം. സ്ക്വയർഡ് എറർ ആണെങ്കിൽ മീൻ ഓഫ് ദ പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരേണ്ടത്. അപ്പൊ ഓപ്ഷൻ 1 തെറ്റല്ലേ? ഇനി മീഡിയൻ വരുന്ന എപ്പോഴാ, അതും കൂടെ വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞേക്കാം. മീഡിയൻ വരുന്ന എപ്പോഴാ? ഇവിടെ സ്ക്വയർഡ് എറർ ലോസ് ഫംഗ്ഷന് പകരം അബ്സല്യൂട്ട് എറർ ലോസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴാണ് മീഡിയൻ വരുന്നത്. അപ്പൊ ആ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും? Base estimator of a parameter with respect to absolute error loss function is the median of the posterior distribution. അത് മനസ്സിലായേ? ഇനി ബാക്കിയുള്ളടുത്ത് അതായത് 0, 1 അതൊക്കെ വരുമ്പോൾ മോഡ് വരും. അപ്പൊ ഓപ്ഷൻ 1 തെറ്റാന്ന് മനസ്സിലായി. Base estimator of a parameter is a function of the sufficient estimator. ഇത് കറക്റ്റ് ആണ്. അപ്പൊ 2 only ആണ് ആൻസർ.
അപ്പോൾ സഫിഷ്യൻസിയുടെ ബേഷ്യൻ ഇൻഫറൻസിൽ സഫിഷ്യൻസിയുടെ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യും ഓൺ ദ ഡേറ്റ only through that sufficient statistic. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 2 only. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾസോ ലൈക്ലിഹുഡ് റേഷ്യോ ടെസ്റ്റിൽ നിന്നാണ്. ഇതും ചോദിക്കുന്ന അത്ര കൺഫേം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ചോദിക്കാം, ചോദിക്കാതെയും ഇരിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന റാൻഡം സാമ്പിൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു PDF ൽ നിന്നാണ്. ദെൻ ലൈക്ലിഹുഡ് റേഷ്യോ ടെസ്റ്റ് അതിന്റെ ഒരു ലാംഡ ഓഫ് എക്സിന്റെ ഫൈനൽ ഇക്വേഷൻ ആണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ഇതിന്റെ ആൻസർ ഞാൻ പറയട്ടെ, എന്നിട്ട് നമുക്ക് അപ്പുറത്തെ സ്ലൈഡിൽ ഇത് ചെയ്ത് കാണിക്കാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, മനസ്സിൽ വെച്ചേക്കാം, ഓപ്ഷൻ സി ആണ്. ഇത് നമുക്ക് സ്പേസ് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, നമുക്കിത് ബാക്ക് അടിക്കാനുള്ള നിവൃത്തിയില്ല. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അറിയാണ്ട് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് വന്നു പോയി. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആവശ്യമുള്ളവർ അത് അടുത്ത വീഡിയോയിൽ നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ 6th ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം, സാരല്ല. Let x1 x2 be a random sample of size 2 from the PDF f of x that is given, and we choose a critical region, this one. Then power of the test ആണ് question. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിസർച്ച് ഓഫീസറിന് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്കും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പവർ ഒക്കെ കണ്ടുപിടിക്കാൻ എന്തായാലും ചോദിക്കും. ഓക്കെ, പവർ ഒക്കെ കണ്ടുപിടിക്കാൻ എന്തായാലും ചോദിക്കും. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാം? ആക്ച്വലി തന്നിട്ടുള്ള PDF ഒന്ന് നോക്കിയേ. f of x is equal to theta x raised to theta minus 1 in between 0 and 1. Then ഒരു h നോട്ട് തന്നിട്ടുണ്ട്, ഒരു h1 തന്നിട്ടുണ്ട്. ഇത് h1 ആണ്. ഒരു h നോട്ട് തന്നിട്ടുണ്ട്, ഒരു h1 തന്നിട്ടുണ്ട്. Then we choose the critical region. C is x1 plus x2 less than or equal to 1. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ റീജിയണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ റീജിയൻ ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം പവറിന്റെ ഇക്വേഷൻ എഴുതാം. പവർ ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഇക്വേഷൻ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എറർ എന്തായിരുന്നു? ആക്സെപ്റ്റ് h0 when h1 is true. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള പവറിന്റെ ഇക്വേഷൻ. ഈ 1 മൈനസ് ഒഴിവാക്കിയാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? പ്രോബബിലിറ്റി ഓഫ് റിജക്ട് h0 when h1 is true. ശരിയല്ലേ? കാരണം ഇതും കൂടെ കൂട്ടിയാൽ 1 കിട്ടും. അപ്പോ 1 മൈനസ് ഇതിനെ ഇതെന്ന് എഴുതാം. എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മുടെ ഏതോ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോബബിലിറ്റിയുടെ കാര്യം. നമ്മുടെ ടെസ്റ്റിംഗിന്റെ പ്ലേലിസ്റ്റുകൾ നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ ഇതിനകത്തൊന്ന് മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ ഇതാണ് പവറിന്റെ ഇക്വേഷൻ. ഇനിയിപ്പോ ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് റിജക്ട് h0. അപ്പൊ ആ റിജക്ട് h0ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? റിജക്ട് h0ന്റെ സ്ഥാനത്ത് റിജക്ഷൻ ക്രൈറ്റീരിയ കൊടുക്കണം. Here the rejection criteria is x1 plus x2 less than or equal to 1. Given that h1 is true, that means theta equal to 2. So, this solve ചെയ്യുമ്പോൾ this is equal to integral over x1 integral over x2 f of x1 x2 dx2 x1. Correct അല്ലേ? അപ്പൊ എനിക്ക് എന്തൊക്കെ വേണം? x1 ന്റെ x2 ന്റെ റേഞ്ച് വേണം and f of x1 x2 വേണം. അപ്പോ here integral over x1 plus x2 less than or equal to 1 ആണ്. and ഓരോ xകളും അതായത് 0 less than x1 less than 1 0 less than x2 less than 1. നമ്മൾ എപ്പോഴും ഏറ്റവും ഔട്ടർ ലെയറിൽ കിടക്കുന്ന ഇന്റഗ്രേഷന് നമ്പർ ലിമിറ്റ് വേണം കൊടുക്കാൻ, എന്നാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ x1ന് അതിന്റെ ഒറിജിനൽ ലിമിറ്റ് കൊടുക്കുകയാണ്, നമ്പർ ലിമിറ്റ് കൊടുക്കുകയാണ് 0 to 1. ഇനി അങ്ങനെയാണെങ്കിൽ x2 എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻഇക്വാലിറ്റി പോലത്തതൊക്കെ വന്നു കഴിഞ്ഞാൽ x1ന് 0 ആയിട്ട് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് x2ന്റെ ലിമിറ്റ് ആണല്ലോ വേണ്ടേ. ഏറ്റവും ലോവർ ലിമിറ്റ് x2ന്റേത് 0 ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് അത് കൊടുക്കാം. ദെൻ x2നെ ഇതിനകത്ത് നിന്ന് എങ്ങനെ എഴുതാം? x2 അതായത് നമുക്ക് അതിനെ ഇക്വാലിറ്റി ആയിട്ട് എടുക്കാം ആദ്യം. x1 plus x2 equal to 1.
So x2 is equal to 1 minus x1. അപ്പൊ 0 to 1 minus x1 ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി വേണ്ടത് f of x1 x2 ആണ്. f of x1 x2 എന്ന് പറയുന്നത് f of x1 into f of x2 ആണ്. f of x1 എന്താ, അതായത് നമുക്ക് റാൻഡം സാമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള ഒരു അസംഷൻ എടുക്കാം. അപ്പൊ f of xy is equal to f of x and f of y നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈവേരിയേറ്റില്. അപ്പൊ f of x1 എന്താ, തീറ്റ x1 raised to theta minus 1 into theta x2 raised to theta minus 1. തീറ്റ ഇവിടെ 2 ആണ്, ബിക്കോസ് h1 ട്രൂ ആണെന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ തീറ്റ 2 ആകുന്ന സാഹചര്യത്തിൽ this is equal to 2x1 raised to 2 minus 1, that is x1, 2x2, that is 4x1 x2. This is f of x1 x2. ആക്ച്വലി ഞാൻ വേറൊരു സ്ലൈഡ് എടുത്ത് ചെയ്ത് പോകാത്തത് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ f of x1 x2 എങ്ങനെയാ നമ്മൾ ചെയ്തത്, ഇൻഡിപെൻഡന്റ് ആണ് ബിക്കോസ് ദേ ആർ റാൻഡം സാമ്പിൾസ്. അപ്പോ f of അല്ലെങ്കിലും ടെസ്റ്റിംഗിലും എസ്റ്റിമേഷനിലും ഒക്കെ നമ്മൾ ഇൻഡിപെൻഡൻസ് എപ്പോഴും അസംഷൻ ചെയ്യാറുണ്ട്. അപ്പോ f of x1 into f of x2 എന്ന് വരും. f of x1 എന്ന് പറയുന്നത് തീറ്റ x1 raised to theta minus 1 and തീറ്റ x2 raised to theta minus 1. അപ്പൊ ഇവിടെ നമുക്ക് h1 ട്രൂ ആണെന്നാണ് നമ്മുടെ പ്രോബബിലിറ്റിയിൽ. അപ്പൊ നമ്മൾ 2 കൊടുത്തു. സോ ഹിയർ 4x1 x2 dx2 dx1. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ഏറ്റവും ഔട്ടർ ലെയറിൽ എടുക്കാം, 0 to 1. ആദ്യം വിത്ത് റെസ്പെക്ട് ടു x2 ലാണ്, അപ്പൊ x1 അവിടെ ഇടാം. x2 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x2 സ്ക്വയർ ബൈ 2 അപ് ടു 0 to 1 minus x1 dx1. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4 ഔട്ടർ ലെയറിൽ കിടന്നോട്ടെ, 0 to 1. x1 അവിടെ ഉണ്ട്. ഇതിന് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 1 minus x1 the whole square by 2 വരും, dx1. Then 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 into integral 0 to 1. ഈ 1 minus x1 സ്ക്വയറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x1 minus 2x1 സ്ക്വയർ പ്ലസ് x1 ക്യൂബ് ആണ്, dx1. അതെങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 1 minus x1 the whole സ്ക്വയറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സിമ്പിൾ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, സിമ്പിൾ അല്ലേ. 2 into x1 സ്ക്വയർ ബൈ 2 മൈനസ് 2 into x1 ക്യൂബ് ബൈ 3 പ്ലസ് x1 raised to 4 by 4. എന്നിട്ട് 0 to 1 ലിമിറ്റ് കൊടുക്കുക. ഇത് നിങ്ങൾ സമയം പോലെ സോൾവ് ചെയ്ത് നോക്കിക്കോളുക. ഹിയർ ദ ആൻസർ ഇസ് 1/6. സോ ആൻസർ ഓപ്ഷൻ ഇ ആണ്. കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ആകെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ഈ ഇക്വേഷനിലും ഈ ലിമിറ്റിലുമാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്നത്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇന്റഗ്രൽ ഓവർ x1. അത് പ്രോബബിലിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഇക്വേഷൻ ആണ്. അത് പ്രോബബിലിറ്റി അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. ഇന്റഗ്രൽ ഓവർ x1, ബിക്കോസ് ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ജോയിന്റ് PDF എടുക്കുകയും നിവർത്തിയുള്ളൂ. ഇനി ലിമിറ്റ് വരുന്ന സമയത്ത് എപ്പോഴും ഒരു ഇന്റഗ്രേഷൻ സോൾവ് ചെയ്ത് ഒരു ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഔട്ടർ ലെയറിൽ നമ്പർ ലിമിറ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ അതിന്റെ ഒറിജിനൽ ലിമിറ്റ് കൊടുത്തു. ഇനി എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അകത്ത് ലിമിറ്റ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഇൻഇക്വാലിറ്റിയെ ഇക്വാലിറ്റി ആയിട്ട് അസ്യൂം ചെയ്തിട്ട് x2ന്റെ വാല്യൂ കൊടുക്കാം. പിന്നെ ഏറ്റവും ലോവർ ലിമിറ്റ് 0 ആണല്ലോ, അപ്പൊ നമുക്ക് ലോവർ ലിമിറ്റ് 0 ആണ് കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നതാണ്. ഇനി ഒന്നുമില്ല, സിംപ്ലി ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 7th question. Which of the following statements about the p value is true? തന്നിട്ടുള്ളതിൽ p വാല്യൂവിനെ പറ്റിയിട്ടുള്ള കുറെ സെന്റൻസുകളാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം ഈ p വാല്യൂ എന്തായിരുന്നു എന്നുള്ളതാണ്. p വാല്യൂ എന്തായിരുന്നു? p value measures how consistent the sample data is with the null hypothesis. null hypothesisുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പിൾ ഡേറ്റ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണ്, ഇതാണ് p വാല്യൂ എന്ന് പറയുന്നത്. അതായത് probability of seeing data as extreme as the sample, അല്ലെ, as extreme as the sample, അതാണ് p വാല്യൂന്റെ ആൻസർ. ഇനി ഇത് ഏതുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്ന് നോക്കാം. p value is the probability of the null hypothesis. തെറ്റാണ്, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. p value is the probability of the alternative hypothesis. തെറ്റാണ്, അങ്ങനെയും പറഞ്ഞിട്ടില്ല. p value is the probability of obtaining the observed or more extreme results if the alternative hypothesis is true. അതും തെറ്റാണ്. കാരണം നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ
p-value measures how consistent the sample data is with the null hypothesis. Null hypothesis ഉമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു എക്സ്ട്രീംനെസ് ആണ് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കറക്റ്റ് അല്ലേ? Eighth question. This is very, very simple question and a lot of chance to ask this question. ഇത് ഭയങ്കരമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ ഒരു നല്ല ക്വസ്റ്റ്യൻ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A study was set up to look at whether there was a difference in the mean arterial blood pressure between two groups of volunteers after 6 weeks of following one of two treatment programs. One group of volunteers were given an exercise regimen to follow for the 6 weeks and other group were given the same exercise regimen with the addition of an experimental tablet. Which type of t-test should be used in this situation? Simple. നമുക്ക് പ്രധാനമായിട്ടും 1 sample t-test ഉണ്ട്. 2 sample t-testൽ തന്നെ ഇൻഡിപെൻഡന്റ് t-test ഉണ്ട്, പെയർഡ് t-test ഉണ്ട്. ഇത് എന്തായാലും 1 sample t-test അല്ല. ബിക്കോസ് നമുക്കിവിടെ എന്തുണ്ട്, 2 ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ ഓപ്ഷൻ എ അങ്ങ് കട്ട് ചെയ്യാം. പിന്നെ ഇൻഡിപെൻഡന്റ് ആണോ പെയർഡ് ആണോ? ഈ പെയർഡ് വരണം എന്നുണ്ടെങ്കിൽ എടുക്കുന്ന സാമ്പിളുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിപ്പെൻഡൻസി വേണം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ 2 പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കാം, എന്നിട്ട് ആഫ്റ്ററും ബിഫോറും എടുക്കാം. അവിടെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. കാര്യം ഒരേ ആൾക്കാർക്ക് തന്നെയാണ് നമ്മൾ ആഫ്റ്ററും ബിഫോറും നോക്കുന്നത്, ഒരേ സാധനം കൊടുത്തിട്ട്. ഇവിടെ അങ്ങനെയല്ല. അപ്പൊ എന്തായാലും പെയർഡ് വരില്ല. സോ ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, okay. 9th question. Which among the following statement is or are true when considering the Mann-Whitney U test? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? It is a non-parametric equivalent of the paired t-test. It uses the ordering of data values. It is used when the distribution of data is skewed. It assumes that standard deviation of the two independent groups are equal. എന്തൊക്കെയാണ് വരിക? സിമ്പിൾ അല്ലേ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് കറക്റ്റ്. അതായത് Mann-Whitney U ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് it uses the ordering of data values exactly. എന്തുകൊണ്ടാ? കാരണം Mann-Whitney U ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു റാങ്ക് ബേസ്ഡ് ടെസ്റ്റ് ആണ്. റാങ്ക് ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതായത് ഇറ്റ് ഡസ് നോട്ട് യൂസ് ദ ഡേറ്റ, അതായത് റോ ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, പകരം റാങ്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഇറ്റ് ഈസ് ദ നോൺ പാരാമെട്രിക് ഇക്വലന്റ് ഓഫ് ദ പെയർഡ് ടി ടെസ്റ്റ്. തെറ്റാണ്. Mann-Whitney U ടെസ്റ്റ് എപ്പോഴും ഇക്വലന്റ് ടു ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ആണ്. ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന് ഇക്വലന്റ് ആണ് Mann-Whitney U ടെസ്റ്റ്. അപ്പൊ പെയർഡ് ടി ടെസ്റ്റിന് ഇക്വലന്റ് ആരാ? നമ്മുടെ വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് ആണ്. വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് ആണ് പെയർഡ് ടി ടെസ്റ്റിന് ഇക്വലന്റ് ആയിട്ട് വരുന്നത്. കണ്ടോ, ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മളിപ്പോ ഒരുപാട് ആൻസേഴ്സ് പഠിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 1 അങ്ങനെ പോയി. ഇനി ഓപ്ഷൻ 3 കറക്റ്റ് ആണ്. സ്ക്യൂഡ് എന്നുള്ളത് എക്സാക്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ ഒരിക്കലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ ഈ നോൺ പാരാമെട്രിക്കിന്. അപ്പൊ പിന്നെ എങ്ങനെ ഓപ്ഷൻ 4 വരാം? അപ്പൊ 2 and 3 ആണ് കറക്റ്റ്. ഓക്കെ, 10th ക്വസ്റ്റ്യൻ. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ നോൺ പാരാമെട്രിക്കിൽ നിന്ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. The expected number of runs in a random arrangement of 10 values of the variable x
15 values of the variable y. എങ്ങനെ ചെയ്യാം? അതായത് എക്സിന്റെ 10 വാല്യൂസും വൈയുടെ 15 വാല്യൂസും ഉണ്ട്. അപ്പോ n1 equal to 10 and n2 equal to 15. ശരിയല്ലേ? അങ്ങനാണെങ്കിൽ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് റൺസ്, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് r അല്ലേ ചോദ്യം. സിമ്പിൾ. എന്താ അത്? 1 plus 2 into n1 n2 by n1 plus n2. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. So here 1 plus 2 into 10 into 15 by 10 plus 15. ഈ by ഇതിനില്ല കേട്ടോ. So this is equal to final answer 13 വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്, എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ആണ്. Now second last question. ഇത് എവിടുന്നാണ് നിങ്ങൾക്ക് മനസ്സിലായോ? SPRT, Sequential Probability Ratio Test. If A and B are the stopping constants of an SPRT, ഇത് റിസർച്ച് ഓഫീസറിന് ചോദിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല കേട്ടോ. വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോ ഒരു SPRTയിൽ ഈ എയും ബിയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, അതായത് റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ എയും ബിയും എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോപ്പിംഗ് കോൺസ്റ്റന്റ് ആണ്. ആൽഫയും ബീറ്റ എന്താ? നമ്മുടെ ടൈപ്പ് 1 എററിന്റെയും ടൈപ്പ് 2 എററിന്റെയും പ്രോബബിലിറ്റീസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ ചുമ്മാ പറയാം, നിങ്ങൾ നോക്കി വെച്ചോളാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി ഈ SPRTയെ പറ്റി കൂടുതൽ അറിയണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളവർക്ക് ഒന്നുകിൽ DM ചെയ്യാം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 12th ക്വസ്റ്റ്യൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ? If the mean value for the weight of 25 men was calculated to be 90 kg with a standard deviation of 10 kg, what would be the 95% confidence interval for the mean weight approximately? That is the question. അതായത് ഇവിടെ കോൺഫിഡൻസ് ഇന്റർവൽ ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് മീൻ വാല്യൂ ഓഫ് ദ വെയിറ്റ് ഓഫ് 25 men, അതായത് സാമ്പിൾ സൈസ് 25. അപ്പൊ ആ സാമ്പിളിന്റെ മീൻ അല്ലേ തന്നിരിക്കുന്നത്? 90 കിലോഗ്രാം. So x bar is equal to 90. And also ആ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ s തന്നിട്ടുണ്ട് 10. ഇനി 95% കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ ദ മീൻ, അതായത് മ്യൂവിന്റെ കോൺഫിഡൻസ് ഇന്റർവൽ ആലോചിച്ച് നോക്ക്. മനസ്സിലായി? നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ മ്യൂവിന്റെ കോൺഫിഡൻസ് ഇന്റർവൽ. അത് രണ്ട് തരത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നുകിൽ സിഗ്മ അറിയാം അല്ലെങ്കിൽ സിഗ്മ അറിയില്ല. ഇവിടെ സിഗ്മ അറിയില്ല. So the confidence interval is very simple, x bar plus or minus s by root 10 and t alpha by 2, because ഇവിടെ small sample ആണ് വരുന്നത്. അപ്പൊ t alpha by 2. So x bar അറിയാം 90, s അറിയാം 10 by root 25 and table value provide ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതിനകത്ത് അവർ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഈ ടിയും ഇസഡും ഒക്കെ ആവുന്ന സമയത്ത്, അതായത് ടി ടെസ്റ്റിന്റെയും സെഡ് ടെസ്റ്റിന്റെ ഒക്കെ ആവുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് വെയ്പ്പ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം മേ ബി ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തരാത്തത്. അപ്പൊ അത് വരുന്നത് 2.064 ആണ്. സോ ഈ ഒരു ഇന്റർവെൽ സോൾവ് ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് വരുന്നത് 86.94 ആണ്. അത് നിങ്ങൾ സോൾവ് ചെയ്തോളാം. ഞാൻ കാൽക്കുലേഷൻ ഒരിക്കലും ഇൻഡെപ്ത് ചെയ്ത് തരില്ല, അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സമയത്തിരുന്ന് നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. Okay, so this is all about the 12th question. This is very simple question and this is a very important question also. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ എടുത്തത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയുള്ളൂ, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയുള്ളൂ, ഒരു 5-6 ക്വസ്റ്റ്യൻ. അപ്പൊ വീഡിയോ ഒത്തിരി ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത് അടുത്ത പാർട്ടിലിട്ട് വെച്ചിട്ടുള്ളത്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ആണ് അതിൽ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് പഠിക്കുക ആൻഡ് ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക. പിന്നെ ഇടയ്ക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മൾ സ്ലൈഡ് മാറിയപ്പോൾ മാറിപ്പോയല്ലോ, അത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നെക്സ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം ആ ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് നമുക്ക് വളരെ സമയം കുറവാണ്, ഈ വീഡിയോയുടെ കൂടെ തന്നെ ഓടി ഓടി പഠിച്ചോ. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ ആൻഡ് താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം ഫോർ സീയിങ് മൈ വീഡിയോസ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് മോർ വീഡിയോസ്. ഓക്കെ, താങ്ക് യു.